നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തുന്ന പുതുയുഗ യാത്ര ഇന്നു മുതൽ തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം നടത്തും. വർക്കലയിൽ നിന്നും ആരംഭിച്ച് ആറ്റിങ്ങൽ, കല്ലറ, നെടുമങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ ഈ യാത്രാ പര്യടനം കടന്നുപോകും. സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി എസ് വിനേഷ് കുമാർ തത്സമയം ചേർന്ന്. വിനേഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ പുതുയുഗ യാത്ര വഴി UDF ഒരു ആത്മവിശ്വാസം കൂട്ടാൻ അവസരം ലഭിച്ചിട്ടുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ? വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും യാത്ര 3 ദിവസം തിരുവനന്തപുരത്തായിരിക്കും. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലേക്കാണ് പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര എത്തുന്നത്, പുതുയുഗ യാത്ര എത്തുന്നത്. ആദ്യം വർക്കലയിലാണ്, 10 മണിക്കാണ് വർക്കലയിൽ എത്തുക. അതിനുശേഷം 11 മണിക്ക് ആറ്റിങ്ങലിലും 2:30 ചിറയൻകീഴിൽ പരിപാടിയുള്ളത്. വാമനപുരത്ത് എത്തുമ്പോൾ 3:30, നെടുമങ്ങാട് 4:30. 4, 5, 7 തീയതികളിലാണ് പുതിയ യാത്ര തിരുവനന്തപുരത്ത് പര്യടനം നടത്തുന്നത്. ഇതിൽ 7-ാം തീയതിയാണ് സമാപനം. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തിലാണ്. രാഹുൽ ഗാന്ധിയാണ് ഇതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്കറിയാം UDF വലിയ ഉത്തേജനം നൽകുന്ന ഒരു യാത്രയായിരിക്കും ഇത് എന്ന് തന്നെയാണുള്ളൊരു വിലയിരുത്തൽ. വി ഡി സതീശൻ അത് പറയുന്നുമുണ്ട്. കാരണം ഭരണം തിരിച്ചു പിടിക്കാനുള്ള ഒരു തീവ്ര യജ്ഞത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും അത് വളരെ പോസിറ്റീവായ ഒരു സമീപനമാണ് ആളുകളിൽ നിന്നുണ്ടാവുന്നു എന്നും പറയുന്നു. നമുക്കറിയാം, ഓരോ ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ, ഓരോ സ്വീകരണ കേന്ദ്രത്തിലെത്തുമ്പോഴും വലിയ ജനപിന്തുണ തന്നെ ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇത് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു, നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിലെത്തിയിരിക്കുന്നു. ഈ 4, 5 തീയതികളിൽ, അതിനുശേഷം 6-ാം തീയതി അവധിയാണ്, 7-ാം തീയതിയാണ് സമാപന സമ്മേളനം. ഓക്കെ, താങ്ക് യു വിനേഷ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.